ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ല, എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ എന്താ കറി ഉണ്ടാക്കുക പറഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഒരേട്ടൻ ചീര പറഞ്ഞ് പോകുന്നത്. അപ്പോൾ ചീര അങ്ങ് വാങ്ങിട്ടോ 2 കെട്ട്. അപ്പോൾ ചുവപ്പ് ചീര ഉണ്ടായിരുന്നു, പച്ചച്ചീര ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പച്ചയാണ് കേട്ടോ വാങ്ങിയത്, 2 കെട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ തണ്ടുണ്ടല്ലോ, അടിഭാഗത്ത് കുറച്ച് വേരായിട്ടുള്ള തണ്ട് ആദ്യം കളഞ്ഞിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇതൊക്കെ നമ്മൾ മെല്ലെ തന്നെ പതിയെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ചെറിയ ചെറിയ പ്രാണികളുണ്ടാവും, പുഴുക്കളുണ്ടാവും, അതുപോലെ പുഴു കുത്തിയ ഇലയുണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഇതൊക്കെ റെഡിയായി വരുമ്പോഴേക്കും അതിൻ്റെ പകുതി മുക്കാലും പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ അതുപോലെ ആക്കി ഇലയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചീര കഴിക്കുന്നതുകൊണ്ട് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലേ. പ്രോട്ടീൻ, അതുപോലെ തന്നെ ഐക്ക്, ഹെയറിന് ഒക്കെ നല്ലതാണ് കേട്ടോ. ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ വാട്ടറിൻ്റെ ലെവൽ കൂടുതലാണ്. ഇനി നമുക്ക് ഇതിനെ ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചെറുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി വേണം കേട്ടോ. അപ്പോൾ ചെറുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിയുക, വെളുത്തുള്ളി അരിഞ്ഞു കൊടുക്കുക. പിന്നെ പച്ചമുളക് ഒന്ന് നേരെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ, പകുതിയിൽ വെച്ച് നിർത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക പച്ചമുളക്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബൗളിലാണ് കേട്ടോ ഞാൻ തുവരപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി ഇതിന് വെള്ളമൊഴിച്ച് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പരിപ്പൊക്കെ ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. പരിപ്പൊക്കെ ഇതിന് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി അരിഞ്ഞ് വെച്ച ചീരയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടപ്പിട്ട് മൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് ചീരയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഒന്നുകൂടി ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ ഇതിന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച തേങ്ങയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് റെഡിയായി വരട്ടെ. അടപ്പിട്ടൊന്ന് മൂടിക്കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആ സമയം കൊണ്ട് നമുക്ക് താളിപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് താളിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കറിയൊക്കെ. ഇനി അതിലോട്ട് നമുക്ക് താളിപ്പും കൂടി ഒഴിച്ച് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കുക എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക.